എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖാണോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ ദിവസവും ആവശ്യമുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. അതാണ് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. അതായത് ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മുടെ അവകാശങ്ങളും നമുക്കുള്ള സംരക്ഷണവും. റെഡിയല്ലേ? കൊള്ളാം. അപ്പോൾ തുടങ്ങിയാലോ? ഇത് SSLC ജിയോഗ്രഫിയിലെ 4ാമത്തെ പാഠാണ്. നമ്മളെല്ലാവരും ഉപഭോക്താക്കളാണ്, അല്ലേ? കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നവരാണ്. ഒരു പേന വാങ്ങിയാൽ പോലും നമ്മളൊരു ഉപഭോക്താവായി. ഇങ്ങനെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പണം കൊടുത്ത് സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിനെയാണ് ഉപഭോഗം, അതായത് കൺസംഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളിനെ ഉപഭോക്താവ്, അതായത് കൺസ്യൂമർ എന്നും പറയുന്നു. സിമ്പിൾ അല്ലേ? നമ്മളൊരു സാധനം ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ലേ? ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ഡ്രസ്സ് ഇടുമ്പോൾ. ഈ സംതൃപ്തിയെ നമുക്ക് അളക്കാൻ പറ്റുമോ? ഇതൊരു രസകരമായ ചോദ്യമാണ്. കാരണം സംതൃപ്തി ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. പക്ഷെ സാമ്പത്തിക ശാസ്ത്രത്തിൽ, അതായത് എക്കണോമിക്സിൽ, ഇതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മളിതിനെ അളക്കാൻ ശ്രമിക്കാറുണ്ട്. ആൽഫ്രഡ് മാർഷൽ എന്നൊരു ഇക്കോണമിസ്റ്റാണ് ആദ്യമായി ഇതിനൊരു ശ്രമം നടത്തിയത്. അദ്ദേഹം പറഞ്ഞു, ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ സംതൃപ്തിയെ അതിന്റെ യൂട്ടിലിറ്റി എന്ന് വിളിക്കാം. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് നമ്മുടെ ആവശ്യം നിറവേറ്റാനുള്ള കഴിവ്. ഇതിനെ അളക്കാനായി യൂട്ടിൽസ് എന്നൊരു യൂണിറ്റും അദ്ദേഹം കൊണ്ടുവന്നു. ഇതിനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്നത്. ഈ യൂട്ടിലിറ്റിയിൽ തന്നെ 2 കാര്യങ്ങൾ നമ്മൾ അറിയണം: ടോട്ടൽ യൂട്ടിലിറ്റി, പിന്നെ മാർജിനൽ യൂട്ടിലിറ്റി. പേരുകെട്ട് പേടിക്കണ്ട, വളരെ എളുപ്പമാണ്. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനത്തിന്റെ പല യൂണിറ്റുകൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആകെ സംതൃപ്തി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ അധിക യൂണിറ്റ് ഉപയോഗിക്കുമ്പോഴും ടോട്ടൽ യൂട്ടിലിറ്റിയിലുണ്ടാകുന്ന മാറ്റം. ഒരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. നമ്മുടെ കൂട്ടുകാരിയായി നിനക്ക് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണെന്ന് കരുതുക. ഞാൻ നിനക്ക് ഓരോ ഓറഞ്ചായി തരുന്നു. ആദ്യത്തെ ഓറഞ്ച് കഴിക്കുമ്പോൾ നിനക്ക് വലിയ സന്തോഷാവും. നമുക്കതിനെ 20 യൂട്ടിൽസ് എന്ന് വെക്കാം. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 20. ഇനി രണ്ടാമതൊരു ഓറഞ്ച് കൂടി തന്നാലോ? ആദ്യത്തെ അത്രയും സന്തോഷം കിട്ടില്ല അല്ലേ? കുറച്ചൊന്ന് കുറയും. നമുക്കത് 18 യൂട്ടിൽസ് എന്ന് വെക്കാം. അപ്പോൾ 2 ഓറഞ്ചും കഴിച്ചപ്പോൾ ആകെ കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? 20 + 18 = 38 യൂട്ടിൽസ്. ഇവിടെ രണ്ടാമത്തെ ഓറഞ്ചിൽ നിന്ന് മാത്രം കിട്ടിയ അധിക സംതൃപ്തിയായ 18 യൂട്ടിൽസാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഇനി മൂന്നാമത്തെ ഓറഞ്ച് കഴിക്കുമ്പോൾ സന്തോഷം പിന്നെയും കുറയും, ഒരു 15 യൂട്ടിൽസ്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 38 + 15 = 53 ആകും. കണ്ടോ? നമ്മൾ ഒരേ സാധനം തുടർച്ചയായി ഉപയോഗിക്കുന്തോറും അതിൽ നിന്ന് കിട്ടുന്ന അധിക സംതൃപ്തി, അതായത് മാർജിനൽ യൂട്ടിലിറ്റി, കുറഞ്ഞുവരും. ഇതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് ആ സാധനം മടുക്കും, അല്ലേ? അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0 ആവും. പിന്നെയും കഴിച്ചാൽ നമുക്ക് ഇഷ്ടക്കേട് തോന്നും. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആവും. അപ്പോൾ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്ന സാധനങ്ങൾ വാങ്ങാനാണ് ശ്രമിക്കുക. പക്ഷെ വിലയും നമ്മുടെ കയ്യിലുള്ള പണവും ഇൻകവും ഇതിനെ സ്വാധീനിക്കും. ന്യായമായ വിലയ്ക്ക് കൃത്യമായ അളവിൽ നല്ല നിലവാരമുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭിക്കുകയെന്നത് ഓരോ ഉപഭോക്താവിന്റെയും അവകാശമാണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ല് വാങ്ങാറുണ്ടോ? ബില്ല് വാങ്ങേണ്ടത് നമ്മുടെ അവകാശമാണ്. ആ ബില്ലിൽ ഇപ്പോൾ GST നമ്പർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്താണ് GST? ഒരു രാജ്യം ഒരു നികുതി, വൺ നേഷൻ വൺ ടാക്സ് എന്ന ആശയത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതിയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. നമ്മൾ കൊടുക്കുന്ന GSTയുടെ ഒരു ഭാഗം സംസ്ഥാന സർക്കാരിനും ഒരു ഭാഗം കേന്ദ്ര സർക്കാരിനുമാണ് പോകുന്നത്. ബില്ല് വാങ്ങുന്നതിലൂടെ നമ്മൾ നമ്മുടെ അവകാശം സംരക്ഷിക്കുക മാത്രമല്ല, സർക്കാരിലേക്ക് കൃത്യമായി നികുതി എത്തുന്നു എന്നും ഉറപ്പാക്കുകയാണ്. അപ്പോൾ ഇനി കടയിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം? ബില്ല് ചോദിച്ചു വാങ്ങണം. മറക്കരുത് കേട്ടോ. നിങ്ങൾ പത്രങ്ങളിലും ടിവിയിലുമൊക്കെ കാണാറില്ലേ? ഓൺലൈനായി സാധനം വാങ്ങിച്ച് പണം പോയെന്നും പണയം വെച്ച സ്വർണം തട്ടിയെടുത്തെന്നും പരസ്യം കണ്ട് മരുന്ന് വാങ്ങിച്ച് രോഗം മാറിയില്ലെന്നും ഒക്കെയുള്ള വാർത്തകൾ. നമുക്ക് പലപ്പോഴും ഇത്തരം ചതികൾ പറ്റാറുണ്ട്. വിലയിലും അളവിലും തൂക്കത്തിലും വരെ നമ്മൾ പറ്റിക്കപ്പെടാം. ഇത്തരം ചൂഷണങ്ങൾക്കെതിരെയാണ് ഇന്ത്യയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് അഥവാ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, തട്ടിപ്പുകൾ തടയുക, നിയമങ്ങൾ കൊണ്ടുവരിക എന്നിവയെല്ലാമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ.
ഈ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മുടെ പാർലമെന്റ് 1986-ൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന സുപ്രധാനമായൊരു നിയമം പാസാക്കിയത്. ഡിസംബർ 24-നാണ് ഈ നിയമം നിലവിൽ വന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നു. ഈ നിയമം വന്നതോടെ ഉപഭോക്താക്കളുടെ പരാതികൾ കേൾക്കാനും പരിഹാരം കാണാനും വേണ്ടി ഒരു പ്രത്യേക കോടതി സംവിധാനം തന്നെ നിലവിൽ വന്നു. എന്നാൽ കാലം മാറിയപ്പോൾ ഇ-കോമേഴ്സും ഓൺലൈൻ ഷോപ്പിംഗുമൊക്കെ വന്നപ്പോൾ പഴയ നിയമം പോരാതെയായി. അങ്ങനെയാണ് 1986-ലെ നിയമത്തിന് പകരമായി 2019-ൽ പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. 2020 ജൂലൈ 20 മുതൽ ഈ പുതിയ നിയമമാണ് ഇന്ത്യയിലുള്ളത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നവരെ ശിക്ഷിക്കാനും മായം ചേർത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെ തടയാനും ഓൺലൈൻ തട്ടിപ്പുകൾക്ക് പരിഹാരം കാണാനുമൊക്കെ ഈ പുതിയ നിയമത്തിൽ വ്യവസ്ഥകളുണ്ട്. അടിപൊളിയല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഉപഭോക്താവെന്ന നിലയിൽ നമ്മുടെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ, റൈറ്റ്സ്? നമുക്ക് നോക്കാം. 1. റൈറ്റ് ടു സേഫ്റ്റി. നമ്മുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന സാധനങ്ങളിൽ നിന്ന് സംരക്ഷണം നേടാനുള്ള അവകാശം. 2. റൈറ്റ് ടു ചൂസ്. നമുക്കിഷ്ടമുള്ളത് ന്യായമായ വിലയ്ക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. 3. റൈറ്റ് ടു നോ. നമ്മൾ വാങ്ങുന്ന സാധനത്തിന്റെ ഗുണമേന്മ, അളവ്, ശുദ്ധി, വില എന്നിവയെല്ലാം അറിയാനുള്ള അവകാശം. 4. റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. നമ്മൾ പറ്റിക്കപ്പെട്ടാൽ അതിനെതിരെ പരാതി നൽകാനും പരിഹാരം തേടാനുമുള്ള അവകാശം. 5. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഒരു ഉപഭോക്താവെന്ന നിലയിൽ നമ്മുടെ അവകാശങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് അറിവ് നേടാനുള്ള അവകാശം. ഈ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് എവിടെ പരാതിപ്പെടാം? അതിനാണ് കൺസ്യൂമർ കോർട്സ് അഥവാ ഉപഭോക്തൃ കോടതികൾ ഉള്ളത്. ഇത് 3 തലങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 1. ജില്ലാ കമ്മീഷൻ. ജില്ലാ കമ്മീഷൻ 1 കോടി രൂപ വരെയുള്ള നഷ്ടപരിഹാരം ആവശ്യമായ പരാതികൾ ഇവിടെ നൽകാം. 2. സംസ്ഥാന കമ്മീഷൻ 1 കോടി മുതൽ 10 കോടി രൂപ വരെയുള്ള പരാതികൾ ഇവിടെ നൽകാം. 3. ദേശീയ കമ്മീഷൻ 10 കോടി രൂപയ്ക്ക് മുകളിലുള്ള പരാതികൾ കേൾക്കുന്നത് ഇവിടെയാണ്. പരാതി കൊടുക്കാൻ വക്കീലൊന്നും വേണമെന്നില്ല. ഒരു വെള്ള പേപ്പറിൽ നമ്മുടെ പരാതി വ്യക്തമായി എഴുതി തെളിവായി ബില്ല് പോലുള്ള രേഖകൾ വെച്ച് നമുക്ക് നേരിട്ട് കോടതിയിൽ സമർപ്പിക്കാം. അതുകൊണ്ടാണ് ബില്ല് ചോദിച്ചു വാങ്ങണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കാൻ ചില ചിഹ്നങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1. ISI മാർക്ക്. വ്യാവസായിക ഉൽപ്പന്നങ്ങളായ സിമന്റ്, ഗ്യാസ് സിലിണ്ടർ പോன்றവയിൽ കാണുന്ന ചിഹ്നം. 2. ആഗ് മാർക്ക്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്ന ചിഹ്നം. 3. FSSAI. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ചിഹ്നം. നമ്മൾ എന്തിനാണ് പറ്റിക്കപ്പെടുന്നത്? പലപ്പോഴും നമ്മുടെ അശ്രദ്ധയും അറിവില്ലായ്മയും കൊണ്ടാണ്. സാധനം വാങ്ങുമ്പോൾ അതിന്റെ തൂക്കം, വില, എക്സ്പയറി ഡേറ്റ്, അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ എന്നിവയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം. സ്കൂളിലെ കൺസ്യൂമർ ക്ലബ്ബുകളൊക്കെ ഇതിന് നമ്മളെ സഹായിക്കും. നിയമങ്ങൾ മാത്രം പോരാ, നമ്മൾ ഓരോരുത്തരും ഉണർന്നിരിക്കണം. ജാഗോ ഗ്രാഹക് ജാഗോ. ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ വിളിക്കാൻ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. 1-800-4000 അല്ലെങ്കിൽ 1915. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു നല്ല ഉപഭോക്താവ് മാത്രമല്ല, ഒരു നല്ല പൗരൻ കൂടിയായി മാറും. അപ്പോൾ ഇന്നത്തെ പാഠം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006603663 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.